ഹണി സിംഗിൻ്റെ ഏറ്റവും പുതിയ ആൽബം ചിൽഗം. ഹണി സിംഗിനെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് എന്താണ് പറയുക? ഹണി സിംഗ് സെൽഫ് പ്രൈസിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ നമ്മളോട് സംവേദിക്കുന്നതും അദ്ദേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലി, അദ്ദേഹത്തെക്കുറിച്ച് ആൾക്കാർ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആഡംബര ജീവിതം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ, അദ്ദേഹം ഉപയോഗിക്കുന്ന ഏറ്റവും മികച്ച കാറുകൾ, ഇപ്പം ഫെരാരിയൊക്കെ പോലെയുള്ള കാറുകളെ കുറിച്ച് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഇതെല്ലാം കൂടെ കൂട്ടി ഒരു ഗാനത്തിൽ ഒരു ക്ലബ് മിക്സ് പോലെ ഒരു സംഭവം വന്നാലോ, അതാണ് ഹണി സിംഗിൻ്റെ ഏറ്റവും പുതിയ ആൽബം. ശ്രദ്ധിച്ചാൽ മതി. വൺ ഓഫ് ദ ബെസ്റ്റ് ട്രാക്സിൻ്റെ എല്ലാ ഫീലിങ്സും ഉള്ള ഒരു സോങ്ങാണ് ചിൽഗം എന്ന് പറയുന്നത്. കാര്യം ഇത് ശരിക്കും ഭോജ്പൂരിയാണ്, എന്നാൽ ഹിന്ദി മിക്സാണ്, ഇംഗ്ലീഷ് റാപ്സുകളെല്ലാം കൂടെ കൊണ്ട് ഒരു പൂർണ്ണമായും പാർട്ടി വൈബ് കിട്ടുന്ന സോങ്ങാണ്. കാര്യം ഇതിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഇത് മലൈക അറോറ ഖാൻ ഉണ്ടെന്നുള്ളതാണ്. മലൈക അറോറ ഖാൻ വന്നു കഴിഞ്ഞാലത്തെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. കാര്യം പുള്ളിക്കാരിയെ പോലെ ഒരു പ്ലഷർ സീക്കർ ഒരു സോങ്ങിൽ നമുക്ക് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ശരിക്കും പറഞ്ഞാൽ മലൈക വന്നു കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരി ഗാനത്തിനൊപ്പം ഒരു സോഷ്യൽ ബട്ടർഫ്ലൈ പോലെ ഇങ്ങനെ പറന്ന് നടക്കും. കാരണം അത്ര മനോഹരമാണ് ഇതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. ഹണി സിംഗിനൊപ്പം ആലപിച്ചിരിക്കുന്നത് രാഗിണി വിശ്വകർമ്മയാണ്. കാര്യം അത് ശരിക്കും ഈ ക്ലബ് മിക്സിനകത്തൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഡാൻസ് നമ്പേഴ്സുകൾക്കൊപ്പം തന്നെ അതിനൊരു പ്രത്യേക ഫീല് കിട്ടുന്നതിന്, പ്രത്യേകിച്ച് അവരുടെ വോയിസിൻ്റെ ഒരു ഭംഗി, ഒരു പ്രത്യേക രീതിയിലുള്ള ഈ ക്ലബ് മിക്സിനൊക്കെ പറ്റിയ ഒരു വോയിസ് പാറ്റേൺ ആണ്. പ്രത്യേകിച്ച് ടെക്നോ ബീറ്റുകളിലൊക്കെ ഇങ്ങനെയുള്ള സ്വരങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈബ്രൻസി നമുക്കതിനകത്ത് കൃത്യമായി ഫീൽ ചെയ്യുന്നുണ്ട് ആ പാട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ലിറിക്സ് കൈകാര്യം ചെയ്തിരിക്കുന്നത് ഹോമി ദില്ലിവാല, നങ്കു, അതുപോലെ തന്നെ അർജുൻ ഒക്കെയാണ് ചേർന്നാണ് ഇതിൻ്റെ വർക്ക് ചെയ്തിരിക്കുന്നത്. എൻ്റെ ലിറിക്സൊക്കെ അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട്. കാര്യം ഇങ്ങനത്തെ ഒരു സോങ്ങിന് കിട്ടേണ്ട വൈബുകൾ ആ പാട്ടിനകത്ത് ലിറിക്സ് വാക്കുകളിൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ചിൽഗം, കിയാ ഹേ ലേ രഹ ചുമ്മ എന്ന് പറഞ്ഞ ഭാഗമൊക്കെ ഭയങ്കര രസമായിട്ട്, പിന്നെ ഡാൻസിൻ്റെ ഒരു മൂഡുമൊക്കെ നമുക്ക് വേറൊരു ലെവലിലോട്ട്, പ്രത്യേകിച്ച് ഒരു ഈ ഇങ്ങനെയുള്ള സോങ്ങുകൾക്ക് ഉണ്ടാവേണ്ട ഒരു വൈബ്രൻറ്റ് ഫീലിങ്സ് നമുക്ക് തീർച്ചയായിട്ടും ഈ പാട്ടിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. ടി സീരീസിൻ്റെ ഒഫീഷ്യൽ ഇതിനകത്ത് തന്നെ ഈ സോങ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ യോയോ ഹണി സിംഗിൻ്റെ 51 ഗ്ലോറിയസ് ഡേയ്സ് എന്ന് പറഞ്ഞ ആൽബമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നിരിക്കുന്നത്. ഒഫീഷ്യലി ഭോജ്പുരി ട്രാക്കാണ്, എന്നാലും ഒരു ഹിന്ദി ട്രാക്കിൻ്റെ എല്ലാവിധ സവിശേഷതകളുമുള്ള ആൽബം സോങ് ആയിട്ട് മാറും ഇത്. ഇപ്പം നിലവിൽ 2 മാസമായി ഇത് റിലീസ് ചെയ്തിട്ട് ഏകദേശം 40 മില്യണോളം ക്രോസ് ചെയ്താണ് സോങ്. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, കണ്ടു നോക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകളുമായി തുടർന്ന് വരുന്നതായിരിക്കും. താങ്ക് യു.